യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഊഷ്മളമായ കൂടിക്കാഴ്ച പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുക്രൈൻ റിപ്പബ്ലിക് സ്ഥാപിതമായതിനു ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിൽ സന്ദർശനം നടത്തുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രശ്നപരിഹാര സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി കൂടെയാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. യുദ്ധത്തിൽ ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷ നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നും രാജ്യമെന്നും സമാധാനത്തിന്റെ പക്ഷത്താണ് എന്നുമാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. മോദിയുടെ റഷ്യ സന്ദർശനം പാശ്ചാത്യ ലോകത്തുണ്ടാക്കിയ കടുത്ത അമർഷം ഇതിനുദാഹരണമാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇരു രാജ്യങ്ങളുടെയും ഭരണാധികാരികളുമായി മറ്റു പല വേദികളും മോദി പങ്കിട്ടിരുന്നെങ്കിലും രാജ്യങ്ങളിൽ നേരിട്ടുള്ള സന്ദർശനം വരുമ്പോൾ സാഹചര്യം അതല്ല. മോദിയുടെ റഷ്യ സന്ദർശനം യുക്രൈനിലുണ്ടായ വിമർശനത്തിന് ബദലായുള്ള സന്ദർശനം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ നേതാവ്, ലോകത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കുറ്റവാളിയെ മോസ്കോയിൽ ആലിംഗനം ചെയ്യുന്നത് കാണുന്നതിൽ നിരാശയുണ്ടെന്നായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രതികരണം. അപ്പോൾ പിന്നെ സെലൻസ്കിയെയും മറ്റ് പാശ്ചാത്യ നേതാക്കളെയും സമാധാനിപ്പിക്കാനാണോ മോദിയുടെ ഈ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരസ്പരം പോരടിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇന്ത്യ സന്തുലിതമാക്കാൻ ശ്രമിക്കുന്നതിൽ അതിശയിക്കാനില്ല. ദശാബ്ദങ്ങളായി തുടരുന്ന ഭൗമരാഷ്ട്രീയത്തോടുള്ള ഇന്ത്യയുടെ ചേരിചേരാ സമീപനത്തിൽ മാറ്റം വരുത്താനാണ് താൻ ശ്രമിക്കുന്നതെന്ന് മോദി വ്യക്തമാക്കിയിരുന്നു. ഒട്ടേറെ ആദ്യ സംഭവങ്ങൾ മോദിയുടെ ഈ നയത്തിന്റെ ഭാഗമാണ്. റഷ്യയുമായി ശക്തമായ ബന്ധം തുടരുമെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നതിന്റെ സൂചനയാണ് 45 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി ഊട്ടിയുറപ്പിക്കുന്നത്. ഇന്ത്യ-പോളണ്ട് ബന്ധത്തിന്റെ 70ാം വാർഷികത്തിന്റെ ഭാഗമായാണ് മോദി വാഴ്സയിലെത്തിയത്. മൊറാർജി ദേശായിയാണ് ഇതിനു മുൻപ് പോളണ്ടിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. 1979 ഈ സന്ദർശനം. പിന്നീട് 45 വർഷം എല്ലാ പ്രധാനമന്ത്രിമാരും ഈ യൂറോപ്യൻ രാജ്യവുമായി അകലം പാലിച്ചു. എന്തായിരുന്നു അതിന്റെ കാരണമെന്നത് ഇന്നും അവ്യക്തമായി തുടരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ രമ്യതയ്ക്ക് ശ്രമിച്ചതായി അവകാശപ്പെടുന്ന രാജ്യങ്ങൾ നേരത്തെ നടത്തിയ ശ്രമങ്ങൾ മിക്കതും ഏകപക്ഷീയമായതോടെ യുദ്ധത്തിന്റെ കാര്യത്തിൽ റഷ്യയെ നേരിട്ട് വിമർശിക്കുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു. ഇന്ത്യയുടെ സൈനിക ആയുധങ്ങളുടെ 60% ഇപ്പോഴും റഷ്യൻ നിർമ്മിതമോ റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആണ്. അവയുടെ തുടർന്നുള്ള അറ്റകുറ്റപ്പണിക്കും യന്ത്രഭാഗങ്ങൾക്കും മറ്റും റഷ്യയെ ആശ്രയിച്ചേ തീരൂ. വിലക്കുറവ് മുതലെടുത്ത് ഇന്ത്യയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ വിതരണക്കാരൻ റഷ്യയായിരുന്നു. യുക്രൈനുമായും ഇന്ത്യക്ക് നല്ല ബന്ധം പുലർത്തിയേ തീരൂ. പഴയ സോവിയറ്റ് നിർമ്മിത ആയുധങ്ങളിൽ നല്ലൊരു ഭാഗം അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിൽ നിർമ്മിച്ചവയാണ്. മിക്ക ഇന്ത്യൻ യുദ്ധ കപ്പലുകളിലുമുള്ള ടർബൈൻ യുക്രൈൻ നിർമ്മിതമാണ്. ഇതിൽ യുക്രൈനിലെ ഒരു പ്ലാന്റ് പലതവണ റഷ്യൻ മിസൈൽ ആക്രമണം നേരിടുകയും ചെയ്തു. എന്നാൽ വരും കാലങ്ങളിൽ ഭൗമരാഷ്ട്രീയത്തിൽ മധ്യ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുമെന്നും അവരുമായുള്ള അടുപ്പം ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നുമാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇതിനായി റഷ്യയുമായി പാശ്ചാത്യ രാജ്യങ്ങളുമായും ഇന്ത്യയുടെ അടുത്ത ബന്ധം കണക്കിലെടുത്ത് മോദിയുടെ മധ്യസ്ഥ സാധ്യത പല മാധ്യമ നിരൂപകരും സംസാരിക്കുന്നുണ്ടെങ്കിലും അത്തരമൊരു സാധ്യത നിലവിലില്ല. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുന്നിൽ പുടിനെ വിമർശിച്ച സെലൻസ്കിക്ക് മുഖം തിരിക്കാനും കഴിയില്ല. അതും വസ്തുതയാണ്. ചേരിചേരാ നയം പുനഃസ്ഥാപിക്കുന്നതിലപ്പുറം ഇന്ത്യക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദശകത്തിൽ യൂറോപ്പുമായി, പ്രത്യേകിച്ച് മധ്യ കിഴക്കൻ യൂറോപ്പിലെ താഴ്ന്ന പ്രദേശങ്ങളുമായി ഇന്ത്യ ബന്ധം പുലർത്തുന്നുണ്ട്. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാക്കാനും ആഗ്രഹിക്കുന്നുണ്ട്.